അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മനുഷ്യജീവിതം എന്ന് പറയുന്നത് ഏറെ നൈമിഷികമാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുകയാണ്. എത്ര പെട്ടെന്നാണ് മനുഷ്യരെ മരണം പിടികൂടുക എന്ന് പറയാൻ കഴിയില്ല. കിട്ടിയ സമയങ്ങളെ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്താൻ കഴിയുന്നവനാണ് ഏറ്റവും നല്ല ബുദ്ധിമാൻ എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് നൽകപ്പെടുന്ന അവസരങ്ങളെ അതിനുവേണ്ടി ഓരോ മനുഷ്യരും പിന്നീട് വല്ലാതെ വിലപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. മനുഷ്യൻ്റെ ജീവിതത്തിൽ അവന് നന്മകൾ ചെയ്യാനുള്ള ഒരേ ഒരവസരം മരണം വരെ അവന് നൽകപ്പെട്ട അവൻ്റെ ജീവിത സമയം മാത്രമാണ്. അതിൻ്റെ അപ്പുറമുള്ള ജീവിതയാത്രയുടെ ഘട്ടങ്ങളിൽ അവന് നന്മകൾ ചെയ്യാൻ അവസരങ്ങളില്ല. ചെയ്തു പോയ നന്മകൾക്ക് അവൻ അനുഭവിക്കുകയാണ്. സുഖമാണെങ്കിൽ സുഖം, അവൻ്റെ ജീവിതത്തിൽ തിന്മയായിരുന്നുവെങ്കിൽ ദുഃഖമാണെങ്കിൽ ദുഃഖം, പ്രയാസമാണെങ്കിൽ പ്രയാസം, അതാണ് അവൻ അനുഭവിച്ചു കൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ നന്മകൾ ചെയ്യാനുള്ള അവസരങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്തുക എന്നതാണ് ഒരു വിശ്വാസി ചെയ്യേണ്ടത്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട്, മരണം എന്നുള്ളത് നിങ്ങളുടെ പാദരക്ഷകൾ നിങ്ങളുടെ ശരീരത്തിൽ എത്രത്തോളം ഒട്ടിച്ചേർന്ന് നിൽക്കുന്നുവോ അതിനേക്കാൾ വളരെ അടുത്താണ് എന്നാണ് അവിടുന്ന് പഠിപ്പിച്ചിട്ടുള്ളത്. ആ മരണത്തിൻ്റെ സന്ദർഭത്തിലാണ് ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൻ്റെ വിലയും മൂല്യവും നമ്മൾ തിരിച്ചറിയുക. മരണം മനുഷ്യനിലേക്ക് കടന്നു വരുമ്പോൾ അവൻ പറഞ്ഞുകൊണ്ടിരിക്കുമെന്നാണ്, അള്ളാഹുവേ, ഒരല്പസമയം എൻ്റെ ആയുസ്സിന് ദൈർഘ്യം നൽകിയിരുന്നെങ്കിൽ ഞാൻ നന്നാകാമായിരുന്നു, ഞാൻ സൽക്രമങ്ങൾ ചെയ്യാമായിരുന്നു എന്ന് അവൻ വിലപിച്ചുകൊണ്ട് പറയുമ്പോൾ അവനോട് പറയപ്പെടും, അതൊക്കെ അവൻ്റെ വെറും വർത്തമാനമാണ്. അവൻ ഇനി ബർസഖിലേക്കാണ് യാത്ര പോകുന്നത്. അതുകൊണ്ട് ഒരു സെക്കൻഡിൻ്റെ അംശം പോലും നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മുന്നോട്ടോ പിറകോട്ടോ നൽകാതെ കൃത്യസമയത്ത് ഏൽപ്പിക്കപ്പെട്ട മലക്കുകളാൽ നമ്മുടെ ആത്മാവിനെ പിടിച്ചെടുക്കും എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. പിന്നീട് അങ്ങോട്ടുള്ള അനുഭവങ്ങൾ ഇതുവരെ അവൻ കാണാത്ത, ഇതുവരെ അവൻ അറിയാത്ത പല അനുഭവങ്ങളുമായിരിക്കും. പിന്നീട് മഹ്ശറിലേക്ക് മനുഷ്യർ അവിടെ വെച്ചുകൊണ്ട് ഓരോ മനുഷ്യനും ഈ മഹ്ശറയെയും അവിടുത്തെ ദീനരോധനങ്ങളും അട്ടഹാസങ്ങളും അവിടുത്തെ ഒറ്റപ്പെടലുകളും കുറ്റപ്പെടുത്തലുകളും കാണുമ്പോഴും മനുഷ്യൻ പറയുമെന്നാണ്, പടച്ചോനെ, എന്നെ ഒന്ന് ദുനിയാവിലേക്ക് മടക്കിയാൽ ഞാൻ സൽക്കർമ്മം ചെയ്യാം റബ്ബേ. പക്ഷേ പ്രിയമുള്ളവരെ, അവിടെ നിന്നും ഒരു മടക്കമില്ല. പിന്നീട് അവൻ നരകത്തിലേക്ക് വേണ്ടത്ര നന്മകളില്ലാതെ അവൻ്റെ ജീവിതം അവൻ ഉപയോഗപ്പെടുത്തിയതിൻ്റെ പേരിൽ ആ നരകത്തിലേക്ക് അവൻ ആനയിക്കപ്പെടും. ആ നരകത്തിലെത്തിക്കഴിഞ്ഞാൽ സഹിക്കാൻ കഴിയാത്ത തീജ്വാലകളിൽ അവൻ മറിക്കപ്പെടും. ഒരു തുലി കരിഞ്ഞാൽ മറ്റൊരു തെളിയെ അല്ലാഹു പകരം നൽകും. അങ്ങനെ അവൻ ആ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അട്ടഹസിച്ച് നിലവിളിച്ചുകൊണ്ട് അവൻ പറയുമെന്നാണ്, പടച്ചോനെ, എന്നെ ഒന്ന് ഇതിൽ നിന്ന് പുറത്തു കൊണ്ടുപോയാൽ, ദുനിയാവിലേക്കൊന്ന് മടങ്ങാൻ എനിക്കവസരം നൽകിയാൽ ഞാൻ നന്നാകാം, ഞാൻ നന്മകൾ ചെയ്യാം, ഞാൻ ചെയ്യാതെ പോയ നന്മകൾ ചെയ്യാം എന്ന് മനുഷ്യൻ അവിടെ വെച്ചുകൊണ്ട് പറയുമ്പോൾ അള്ളാഹു പറയുന്ന ഒരു സംസാരം, നിനക്ക് സമയം തന്നില്ലായിരുന്നോ ദുനിയാവിൽ? നിനക്ക് നന്മകൾ ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നില്ലേ? എന്തുകൊണ്ട് നീ നന്നായില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവനോട് ശിക്ഷ അനുഭവിച്ചു കൊള്ളാൻ പറയും എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, മരണം നമ്മിലേക്ക് കടന്നു വരുന്നതിൻ്റെ മുമ്പാണ് നമ്മൾ നന്നാകേണ്ടത്. എപ്പോഴാണ് മരണം കടന്നു വരിക ആർക്കും പറയാൻ കഴിയില്ല. അത് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളതാണ്. നമ്മുടെ എല്ലാ മരണത്തിൻ്റെ അവധി, സമയം, തീയതി അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ സമയമെത്തിയാൽ മരണം നമ്മിലേക്ക് കടന്നു വരും, നമ്മുടെ ആത്മാവിനെ കൊണ്ടുപോകും. ആ ആത്മാവിനെ കൊണ്ടുപോകാനുള്ള മലക്കുകൾ നമ്മിലേക്ക് കടന്നു വരുമ്പോൾ സന്തോഷത്തോടുകൂടി മരണത്തെ വരിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുമ്പോൾ ആണ് നമ്മൾ ഓരോരുത്തരും യഥാർത്ഥ വിശ്വാസിയായി മാറുന്നത്. അതുകൊണ്ട് നമ്മൾ നമ്മളെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കുക. മരണം അടുത്തുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.